الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ദൗർഭാഗ്യകരമായ ലജ്ജാവഹമായ സംഭവവികാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കാനും അറിയാനും അവസരം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. 14 വയസ്സുകാരിയെ 16-കാരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന്റെ തൊട്ട് ശേഷം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ വ്യൂസ് കൂട്ടാൻ, റീച്ച് കൂട്ടാൻ വേണ്ടി ഒരാളുടെ അഭിമാനത്തെയും അയാളുടെ വിശുദ്ധിയെയും സമൂഹത്തിനു മുന്നിൽ അപകീർത്തിപ്പെടുത്തി ഒരാളുടെ ജീവിതം തന്നെ അത് കാരണത്താൽ നഷ്ടപ്പെടുത്താൻ ഒരു മുസ്ലിം നാമം പേറുന്ന ഒരു സ്ത്രീ കാരണക്കാരിയായതും അവർ പിടിക്കപ്പെട്ടതും എല്ലാം നാം കാണുകയുണ്ടായി. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് മനുഷ്യർ അകന്നു പോകുമ്പോഴൊക്കെയും വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ ഇത്തരം സംഭവങ്ങൾ വെച്ച് നമുക്ക് വായിക്കാവുന്നതാണ്. അതോടൊപ്പം മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് ഭാരമാകും. നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും അപമാനം സമ്മാനിക്കും എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു പെണ്ണിനെ ഇത്രത്തോളം ആദരിച്ച് ബഹുമാനിച്ച് സംരക്ഷിച്ച വേറെ ഒരു മതം ലോകത്തില്ല. ഇസ്ലാം ഉദയം ചെയ്യുന്ന കാലത്ത് സ്ത്രീകൾക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. അവിടെയാണ് പെൺകുട്ടികൾ നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ
തുല്യ പദവിയുള്ളവരാണെന്നും അവർ ഷഖായിഖുർ റിജാൽ പുരുഷന്മാരുടെ പാതിയാണെന്നും അവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണമെന്നും അവരുടെ വികാരങ്ങളെ പരിഗണിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചു. വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇണയെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അനുവാദം, ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ അല്ലെങ്കിൽ മൗനാനുവാദം എങ്കിലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു. അറിവ് നേടാനും സമ്പത്ത് കൊള്ളാനും അത് കൈകാര്യം ചെയ്യുവാനുമൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി. വാത്തുൻ നിസാ സ്വദഖാതിഹിന്ന നിഹ്ല, വിവാഹം കഴിക്കുന്നവർ ഇണകൾക്ക് വിവാഹ മൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞു. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പുരുഷന്മാർക്ക് സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല അല്ലാഹു നിയോഗിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവരുടെ ചിലവുകൾ, അവർക്ക് വേണ്ട വസ്ത്രം, ഭക്ഷണം, മറ്റു ഭൗതിക സൗകര്യങ്ങൾ വൃത്തിയായി ഒരു പുരുഷൻ നിർവഹിച്ചു കൊടുക്കണമെന്നും, പുരുഷന്റെ കടപ്പാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ കഴിക്കുന്നെങ്കിൽ അവളെ കഴിപ്പിക്കണം, നീ ധരിക്കുന്നെങ്കിൽ അവളെ ധരിപ്പിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ തന്റെ കുടുംബക്കാർ, ഉറ്റ ബന്ധുക്കൾ, ഉമ്മയോ ഉപ്പയോ ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത്, അവരുടെ അനന്തര സ്വത്ത് കൈയാളാനുള്ള, അത് ഉടമപ്പെടുത്താനുള്ള അവകാശം ഒരു പെണ്ണിന് അല്ലാഹു കൊടുത്തു. ഒരു പെണ്ണിന്റെ അഭിമാനം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ പതിവ്രതകളായ സ്ത്രീകൾക്കെതിരെയുള്ള ദുരാരോപണം നടത്തുന്ന ആളുകൾക്ക് 80 ചാട്ടവാറടി ശിക്ഷയായിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയുണ്ടായി. അതോടൊപ്പം പരലോകത്തവർക്ക് കനത്ത ശിക്ഷയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഉത്തമനായ പുരുഷൻ ആരാണ്? ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ, ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട്, സ്വന്തം ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഒരു പെണ്ണിന് ആരാധനയുടെ സ്വാതന്ത്ര്യം, അവൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം, സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാധാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നൽകി. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹറഹ വഹസനത് ഫർജഹ വഅതഅത് സൗജഹ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നഹ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുന്നു, റമദാനിൽ നോമ്പെടുക്കുന്നു, ലൈംഗികാവയവത്തെ കാത്തുസൂക്ഷിക്കുന്നു, തന്റെ ഇണയോട് അനുസരണാപൂർവം കഴിച്ചുകൂട്ടുന്നു എങ്കിൽ അവളോട് പറയപ്പെടും ഇഷ്ടമുള്ള ഡോറിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന്. ആരാണൊരു സദ്വൃത്തയായ പെണ്ണ്? ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്റെ ഇണയുടെ അസാന്നിധ്യത്തിൽ അയാളുടെ സമ്പത്തും സ്വന്തം മക്കളും സ്വന്തം ശരീരവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് സാലിഹാത്ത്. അവൾ ഖാനിതാത്താണ്. അള്ളാഹ്ക്ക് ഏറ്റവും അനുസരണയുള്ള, വിധേയത്വമുള്ള ഒരു പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. അപ്പോൾ ഒരു പെണ്ണിന് സ്വർഗത്തിന്റെ ഏത് ഡോറിലൂടെയും പ്രവേശിക്കാനുള്ള ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അല്ലാഹുവിന്റെ ഭവനത്തെ തൊട്ട് നിങ്ങൾ സ്ത്രീകളെ തടുക്കരുത്. അവർക്ക് ജമാഅത്തുകളിൽ, ഇഅ്തികാഫുകളിൽ എല്ലാം സന്നിഹിതരാകാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ സ്ത്രീ സ്ത്രീയാണ്, പുരുഷൻ പുരുഷനാണ്. രണ്ടുപേരുടെയും സമാധാനത്തോടുകൂടെയുള്ള ജീവിതത്തിന്, സുരക്ഷിതമായിട്ടുള്ള മുന്നോട്ടു പോക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമനിർദ്ദേശങ്ങളും അല്ലാഹു വെച്ചു. ഒന്നും തന്നെ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ലാഹു വെച്ചിട്ടില്ല. ഏതൊരു നിയമവും ഏതെങ്കിലും ഒരു വ്യക്തിയോടൊരു ഡിസ്ക്രിമിനേഷൻ, ആണിനോടൊരു പ്രത്യേക പിരിശം, പെണ്ണിനോടൊരു പ്രത്യേക അമർഷം, അങ്ങനെയൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു പുലർത്തിയിട്ടില്ല. മറിച്ച് ആണിന്റെയും പെണ്ണിന്റെയും ഭൗതികമായ, പാരത്രികമായ സുരക്ഷയ്ക്ക് വേണ്ട നിയമങ്ങളാണ് വെച്ചിരിക്കുന്നത്. പുരുഷനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ സ്ത്രീക്ക് ഇളവുകളുണ്ട്, സ്ത്രീക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ പുരുഷന് ഇളവുകളുണ്ട്. രണ്ടുപേരുടെയും പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫ് നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. പുരുഷന്റെ വേഷമല്ല സ്ത്രീയുടെ വേഷം. കാരണം അവിടെ വികാരവിചാരങ്ങളെയും സുരക്ഷിതത്വത്തെയും അവർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളെയും എല്ലാം കണ്ടുകൊണ്ടാണ് ഇസ്ലാം നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ത്രീ അപമാനമുണ്ടാക്കുന്നവളാകരുത്, മറ്റുള്ളവർക്ക് ഒരു ഭാരമാകരുത്.
മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തുന്നവളാകരുത്. സ്വന്തം ശരീരത്തെ വിറ്റ് കാശാക്കിയിട്ട് സൗകര്യങ്ങളിൽ ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും നാലാംകട വഴികെട്ട ആളുകളുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മുടെ ലക്ഷ്യബോധം ഒരിക്കലും മാറിക്കൂടാ. തികഞ്ഞ അടിസ്ഥാനമുള്ള ആദർശബോധമുള്ള തഖ്വയുള്ളവരായി ജീവിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് തന്നെ അല്ലാഹു മാതൃകയാക്കിയത് 2 പെണ്ണുങ്ങളെയാണ്. ഒന്ന് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിം. എന്തേ? പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ച് അള്ളാഹുവിന് വലിയ പ്രാധാന്യം കൊടുത്ത് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ഫിർഔനും അയാളുടെ കിങ്കരന്മാരും വിവിധങ്ങളായ ഭീഷണികൾ മുഴക്കിയിട്ടും നയാ പൈസയ്ക്ക് വേണ്ടി ദീനിനെ വലിച്ചെറിയുന്ന ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആ ആസിയ റളിയല്ലാഹു അൻഹ കാണിച്ച നിശ്ചയദാർഢ്യവും അവരുടെ ആദർശത്തിലുള്ള ആ കണിശതയുമാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അവരുടെ കഠിനമായ പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുക ചെയ്ത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു, ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന് കീഴിൽ സുഖകരമായുള്ള ജീവിതം എനിക്ക് വേണ്ട റബ്ബേ. ദീനും ആദർശവും വിശ്വാസവും പണയപ്പെടുത്തിയൊരു സൗന്ദര്യം, അങ്ങനെ ഒരു സമ്പത്ത്, അങ്ങനെ ഒരു സമാധാനം, അങ്ങനെ ഒരു റീച്ച്, അങ്ങനെ ഒരു സ്റ്റാറ്റസ് വേണ്ടെന്ന് പറയാനുള്ള ആർജവത്വമാണ് വിശ്വാസികൾക്ക് ഒന്നടങ്കം. നമുക്കെല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ മാതൃകയായിട്ടാണ് ആസിയ റളിയല്ലാഹു അൻഹ ഇവിടെ വെച്ചിരിക്കുന്നത്. പടച്ചോനെ, എനിക്ക് നിന്റെ അടുക്കലുള്ള സ്വർഗത്തിൽ നീ ഒരു കൊട്ടാരം പണിയണേ. ഈ ഫിർഔന്റെ കൊട്ടാരവും അവന്റെ ആ ഒരു പ്രൊട്ടക്ഷനും എനിക്ക് വേണ്ടെന്നാണ് മഹദി ആസിയ റളിയല്ലാഹു അൻഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ ആയത്ത് വമറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹാന. ഞങ്ങൾക്കും ബൂദിയില്ലേ, ഞങ്ങൾക്കും ആഗ്രഹമില്ലേ, ഞങ്ങൾക്കും വികാരല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. ഇതെല്ലാം അറിയുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം നമ്മളെ കയറയിച്ചു വിട്ടാൽ എവിടെ എത്തുമെന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയാക്കി കാണിച്ചത് ആരെയാണ്? മറിയമിനെയാണ്. സുന്ദരിയും സുമുഖിയുമായ മറിയമിന്റെ അടുത്തേക്ക് സുമുഖനും സുന്ദരനുമായ സമ്പൂർണ്ണ യുവത്വത്തിന്റെ എല്ലാ ലക്ഷണവും ഒത്തിണങ്ങി വന്ന ഒരു മനുഷ്യന്റെ കോലത്തിൽ ജിബ്രീലിനെ അല്ലാഹു നിയോഗിച്ചപ്പോൾ അവർ പറഞ്ഞത്, നീ അല്ലാഹനെ ഭയക്കുന്നെങ്കിൽ എന്നെ വിട്ടു പോകണം എന്നാണ്. അഹ്സനത് ഫർജഹ. നീഡ്സ് ഉണ്ടായിട്ടും അവരുടെ വികാരങ്ങളുടെ അതിപ്രസരങ്ങളുണ്ടായിട്ടും പ്രായത്തിന്റെ സമ്മർദ്ദമുണ്ടായിട്ടും സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും മറിയം റളിയല്ലാഹു തആല അൻഹ അഹ്സനത് ഫർജഹ. പടച്ച റബ്ബ് അനുവദിച്ചതിനല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാലല്ലാതെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാനൊരു വേശ്യാവൃത്തിക്ക് ഇറങ്ങിയവളുമല്ലല്ലോ എന്നാണ് മറിയം റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ ദൂതൻ ജിബ്രീലിനോട് പറഞ്ഞതെങ്കിൽ ആ ഒരു ഭാഗം, ആ ഒരു സൂക്ഷ്മതയാണ്, അവരാണ് നമ്മുടെ എല്ലാവരുടെയും മാതൃക എന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ശബ്ദം ഭാവിയിൽ കേൾക്കുന്ന മുഴുവൻ സഹോദരിമാരും മനസ്സിലാക്കേണ്ടതാണ്. എന്താ അവരുടെ പ്രത്യേകത? വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യപ്പെടുത്തുകയും അങ്ങേയറ്റം തഖ്വയുള്ളവരായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ നല്ല ആദർശ കണിശതയുള്ള, ബോധമുള്ള, തഖ്വയുള്ള, ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന മുഅ്മിനാത്തുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഒഴുക്കിനൊത്ത് ഒഴുകുന്നവരല്ല ഒരു വിശ്വാസി. ആദർശത്തെ മുറുകെ പിടിച്ച് ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ് ഒരു വിശ്വാസി. അത് അനുകരണ ഭ്രമമല്ല നമ്മെ മതിക്കേണ്ടത്. മറ്റുള്ളവരുടെ തലച്ചോറ് കൊണ്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കും വേണ്ടേ ഫ്രീഡം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫ്രീഡം ഇല്ലാതാവുകയാണ് എന്നതാണ്. ആരോ അടിച്ചമർത്തിയ, ആരോ നമ്മുടെ മേൽ നിർബന്ധം ചെലുത്തിയ വസ്ത്രമാണ് നാം ധരിക്കുന്നത്. സിനിമകളിലൂടെയും റീൽസുകളിലൂടെയും ഷോർട്സുകളിലൂടെയും പുതിയ ട്രെൻഡുകളായിട്ട് പലരും ഉന്നയിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ചും വേഷവിധാനങ്ങൾ ധരിച്ചും മുന്നോട്ട് പോകുമ്പോൾ എവിടെ ഒരു വിശ്വാസിനിക്ക് അവിടെ സ്വാതന്ത്ര്യം? അവൾക്കവളുടെ ആദർശമനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ? ഇല്ല. ആരോ അടിച്ചമർത്തിയിട്ടുള്ള അനിസ്ലാമിക വേഷവും അവരുടെ മോഡലും അവരുടെ ട്രെൻഡും അവരിറക്കുന്ന സാധന സാമഗ്രികളുമാണ് പലപ്പോഴും അന്ധമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വലിയ വായക്ക് പറയും ഞങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. എന്ത് സ്വാതന്ത്ര്യമാണ് നിനക്കുള്ളത്?
അരുതാത്തത് അരുത് എന്ന് പറയാൻ, എനിക്ക് വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ലാത്തവൾ എങ്ങനെയാണ് സ്വതന്ത്രവതിയാകുന്നത്? സ്വന്തം ആദർശമനുസരിച്ച് ജീവിക്കാനോ, അതിനനുസരിച്ചൊന്ന് തട്ടമിടാനോ, അതിനനുസരിച്ചൊരു വസ്ത്രം ധരിക്കാനോ, തന്റെ ജോലിയും തന്റെ പഠനവും നിർവഹിക്കാനോ പോലും സാധിക്കാത്ത വിധം സാമൂഹിക അന്തരീക്ഷം മലീമസമാക്കുമ്പോൾ അതിന് കൂടി ചേർന്ന് കൊടുത്തിട്ട് എനിക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിവരക്കേടാണ്. ആരോ നമുക്ക് നേരെ മയക്കുപിടി വെച്ചതിൽ നമ്മൾ മയങ്ങി ഉറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി, ആണാകട്ടെ പെണ്ണാകട്ടെ, അനുകരണ ഭ്രമമുള്ളവനാകരുത്. ഖുർആൻ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തബല്ല വനുസ്ലിഹി ജഹന്നം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മാർഗ്ഗമുണ്ട്. അതിന് എതിരെ പ്രവർത്തിക്കുന്നവരാകരുത് നമ്മൾ. സത്യം വ്യക്തമായി കഴിഞ്ഞാൽ ആ സത്യത്തെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആരെങ്കിലും അതിന് വിമുഖത കാണിച്ചാൽ, അള്ളാഹുവിന്റെ വഴിയല്ലാത്ത, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴി സ്വീകരിച്ചാൽ അവർക്ക് നരകമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനനുസരിച്ചല്ല നമ്മൾ പോകേണ്ടത്. ഖുർആനും സുന്നത്തും എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമ്മുടെ എല്ലാതും രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഗീറത്തും ലജ്ജയും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാതെ മാറി നിൽക്കുന്ന പെൺകുട്ടികളെ അദ്ദേഹം സഹായിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു മലഞ്ചെരുവിൽ ഒരു മരത്തിന് ചുവട്ടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വന്നു. ഖുർആൻ പറയാ, ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇൻ, ലജ്ജയോടുകൂടെയാണ് വന്നത്. ഇപ്പൊ എല്ലാവരും ഒരുമിച്ചാ പഠിക്കുന്നത്, ഒരുമിച്ചാ ജോലി ചെയ്യണത്. എല്ലായിടത്തും ആണും പെണ്ണും ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെ ആ ലജ്ജ എന്ന് നീങ്ങിപ്പോയിരിക്കുകയാണ്. യഥേഷ്ടം സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും വായിലേക്ക് ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കാനുമൊക്കെ തയ്യാറാകുന്ന, അതും സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ബന്ധവും എല്ലാമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാണ്, ലജ്ജയോടുകൂടെ മൂസാ നബിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിനുള്ള പ്രതിഫലം നൽകാൻ ഉപ്പ വിളിക്കുന്നു. അത് മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുകയാണോ, വീട്ടിൽ വന്നിവിടായിരുന്നോ, ചായ കുടിക്കായിരുന്നല്ലോ, ക്ഷീണിച്ചല്ലോ ആകെ, ഇതൊന്നും പറയാൻ പോയില്ല. ഉപ്പ വിളിക്കുന്നു കൂലി തരാൻ. അത് ലജ്ജയോടുകൂടെ വന്ന് ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനോട് പറയുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിന്റെ പിന്നിൽ നടക്കാതെ മുന്നിൽ നടക്കുകയാണ്. ചരിത്രം അങ്ങനെയാ പഠിപ്പിക്കണേ. മൂസാ നബി ആ പെണ്ണിന്റെ പിന്നിൽ നടക്കാതെ മുന്നിൽ നടന്ന് അവൾ പറയുന്നതിനനുസരിച്ച് ആ വീട്ടിലേക്ക്, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഒരു ലജ്ജ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആരുമായും കൂട്ടുകൂടാനും ആരോടൊപ്പം ബസ്സിലും ട്രെയിനിലുമൊക്കെ യഥേഷ്ടം ഇഴകി കുത്തിത്തിരികി ആണുങ്ങളുടെ ഇടയിലൂടെ കുത്തിക്കയറി വന്ന് അവസാനം കേസ് മുഴുവൻ ആണുങ്ങൾക്ക്. എല്ലായിടത്തും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ആണാണോ അതൊന്നും നോക്കാതെ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. ഇതൊന്നൊരു മുസ്ലിമായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമല്ല. ഇഖ്തിലാത്ത് പാടില്ലാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ആണുങ്ങൾ ഇറങ്ങിയപ്പോ റോഡിലൊരു തിരക്ക്. അപ്പൊ എന്താ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് വന്നിട്ടുണ്ട്. പ്രവാചകൻ സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പനേരം താമസിക്കണം, രണ്ടു കൂട്ടരും ഒരുമിച്ച് ഇടകലർന്നു പോകരുത്, ഒരു സൈഡിലൂടെ നിങ്ങൾ നടക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഡിസ്ക്രിമിനേഷൻ അല്ല, അത് പെണ്ണിനുള്ള വാല്യൂ ആണ്. അത് പെണ്ണിനുള്ള വാല്യൂ ആണ്. എല്ലാ നാട്ടുകാർക്കും കയറി നിരങ്ങാനുള്ള ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല ഒരു പെണ്ണിന്റെ ശരീരം. അത് തിരിച്ചറിയാൻ, അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ചോറ് തിന്നുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാവണം. ആരെങ്കിലും ഛർദ്ദിക്കുന്നത് വാരി വിഴുങ്ങുന്ന ആളുകളാകരുത് നമ്മൾ. ഇവിടുത്തെ എത്തിസ്റ്റുകളും ഇവിടുത്തെ ഫെമിനിസ്റ്റുകളും സ്ത്രീകൾക്ക് നേരെ നൂറുകണക്കിന് കയ്യേറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തവര്, പെണ്ണ് പർദ്ദയിടുമ്പോ, പെണ്ണ് അയച്ചിടാതിരിക്കുമ്പോ അവർക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ആദർശം പിൻപറ്റി ജീവിക്കുന്ന പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ആ ഇസ്ലാമിക മൂല്യത്തെ ചോർത്തിയെടുക്കാൻ മാത്രമാണ് ഇത്തരം കുബുദ്ധികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു മനസ്സിലാക്കാൻ നമുക്കുള്ള തലച്ചോറ് മതി. അതുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കാത്ത എന്താണ്? ഇതൊന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ എല്ലാവർക്കും തോണ്ടാനും തൊടാനും തലോടാനും അവളുടെ ശരീരത്തിൽ എല്ലാവരും തട്ടിപ്പോകാനുള്ളതല്ല. അതുകൊണ്ട് അവൾ ശ്രദ്ധിക്കണം. അവളുടെ വസ്ത്രത്തിൽ, അവളുടെ പെരുമാറ്റത്തിൽ, അവളുടെ നടത്തത്തിൽ, അവളുടെ സംസാരത്തിൽ. വലാ തഖ്ളഅന ബിൽ ഖൗൽ, വാക്കിലെ തനിമയത്വം നിങ്ങൾ ഒഴിവാക്കണം.
എല്ലാവരോടും കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കരുത്. അന്യരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. അന്യ പുരുഷൻ മാത്രമുള്ളിടത്തേക്ക് ചെന്ന് കയറരുത്. അവിടെ ഒറ്റപ്പെടരുത്. ലാ യഖ്ലുവൻ അർജുനുൻ ബി ഇംറാത്തിൻ, ഒരു പെണ്ണുമായിട്ടൊരാണോ ഒരാണുമായിട്ടൊരു പെണ്ണോ ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. അത് ചാറ്റ് റൂമിൽ പാടില്ല, അത് സാധാരണ മുറികളിൽ പാടില്ല, ജോലിസ്ഥലത്ത് പാടില്ല. ഞാനും ഒരു പെണ്ണും, അത് പാടില്ല. അവിടെ ഒരു ആണിനെ വെക്കണം, അല്ലെങ്കിൽ ആ പെണ്ണിനെ ഒഴിവാക്കി ഒരു ആണിനെ വെക്കണം, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഒരു പെണ്ണിനെയും കൂടെ സ്റ്റാഫായിട്ട് വെക്കണം. അവിടെ നമ്മളും ഒരു പെണ്ണും തനിച്ചാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിന്റെ കാലത്ത് സുബഹിന്റെ ജമാഅത്ത്, എത്ര മഹത്തുള്ള ജമാഅത്താ സുബഹ് അല്ലെ? ആരാ? സ്വഹാബിമാരാ, ഇമാമാരാ, നബിയാ. ഇരുട്ടിലൊരു പെണ്ണ് സ്ത്രീകളുടെ സ്ഥലം എവിടെയാണെന്നറിയാതെ തന്റെ മുമ്പിൽ കിട്ടിയ സൊഫിൽ കയറി നിന്ന് നിസ്കരിച്ചു. തൊട്ടടുത്തുള്ള ആണ് ചോദിച്ചു, നീ പെണ്ണാണോ ആണാണോ ചോദിച്ചു. ഞാൻ പെണ്ണാണ് പറഞ്ഞു. സ്വഹാബി പറഞ്ഞു, നീ എന്നെ ഫിത്നയിൽ ആക്കുമായിരുന്നു, നീ എന്നെ ഫിത്നയിൽ ആക്കുമായിരുന്നു. എപ്പോ? സുബൈന്റെ ജമാഅത്ത്. ഏത് പള്ളിയിൽ? മദീന മസ്ജിദുൻ നബവിയിൽ. ആരുടെ ഇമാമത്തിന് കീഴിൽ? മുഹമ്മദ് നബിയുടെ ഇമാമത്തിന് കീഴിൽ. ആരുടെ കൂടെ നിസ്കരിച്ചത്? അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ അമഖഹ ഇൽമൻ വഅഖല്ലുഹ തകല്ലുഫൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യന്മാരോടൊപ്പം ഒരു പെണ്ണ് നിസ്കരിക്കാൻ നിന്നിട്ട് സ്വഹാബി ആ പെണ്ണിനോട് പറയാ, പോ, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോ, നീ എന്നെ ഫിത്നയിൽ അകപ്പെടുത്തുന്നു. അപ്പോ അതിനേക്കാൾ വലിയ ആരവിടല്? അതിനേക്കാൾ ആരാ വലുത്? അത് നിങ്ങളെ മനസ്സിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ്, നിങ്ങളെ നരമ്പിന്റെ കുഴപ്പമാണ്. എന്നിട്ട് നമ്മളെ നരമ്പല്ലേ ഈ കാണണമൊക്കെ അല്ലേ? ഈ പറയുന്ന ആൾക്കാരെ നരമ്പാണ് ഈ പത്രമാധ്യമങ്ങളിലൂടെ കാണണമൊക്കെ. ആർക്കും നരമ്പില്ല. വാചാലമായി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പിന്നീട് അവസാനം എത്തിപ്പന സ്വന്തം ലൈഫിനെ മറച്ചു വെച്ചിട്ട് തോന്നിയാസം വിളിച്ചു പറയാൻ ആർക്കും പറ്റും. അതുകൊണ്ട് സഹോദരിമാരെ, വിശ്വാസിനികളെ, നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമ്മൾ സൂക്ഷിക്കണം. ലജ്ജയില്ലെങ്കിൽ എന്ത് തോന്നിയാസ്വാവാം. മനസ്സിലായില്ലേ? പെണ്ണിന്റെ പടിയിൽ ആണും ആണിന്റെ പടിയിൽ പെണ്ണും കയറിയിരുന്നിട്ട് എന്താപ്പോ ആകാശം ഇടിഞ്ഞു വീണോ എന്ന് ചോദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓന് ദുനിയാവുള്ളൂ, നമുക്കൊരു പരലോകമുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിനിയായ പെണ്ണ് സ്വീകരിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിക്കണം. ഒരിക്കലും ഒരു ഫിത്നയായി നാം മാറാൻ പാടില്ല. സയകുനു ഫി ആഖിരി ഉമ്മത്തി നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ അലാ റൂസിഹിന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ അനൂഹുന്ന അൽഇനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അവസാന കാലത്ത് ചില പെണ്ണുങ്ങൾ മോശപ്പെട്ട ടൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ഔറത്ത് പ്രകടമാക്കി ചാഞ്ഞും ചെരിഞ്ഞും ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അത്തർ പൂശിയും കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുമൊക്കെ കടന്നുവരുന്ന് കളവ് പറയാത്ത റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ കാലം തന്നെയാണത്. ആ പെണ്ണുങ്ങളെ കണ്ടാൽ നിങ്ങളവരെ ശപിക്കണം. ശപിക്കുന്ന മുഴുവൻ ആളുകളും അവരെ ശപിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് പടച്ചവൻ അനുവദിച്ച രീതിയിൽ മുന്നോട്ട് പോകാനും നമ്മുടെ സംസാരത്തിലും വർത്തനങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും വേഷഭൂഷാദികളിലും എല്ലാം ശ്രദ്ധിക്കുവാനും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളോട് പ്രത്യേകമായി കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വല യുബ്ദീന സീനതഹുന്ന, നിങ്ങളുടെ സൗന്ദര്യം പബ്ലിക്കിൽ പ്രദർശിപ്പിക്കരുത് എന്നുള്ള അട്രാക്റ്റീവ് ഡ്രസ്സും ധരിച്ച് അജണ്ട മെനഞ്ഞ് പബ്ലിക്കിലേക്ക് ഇറങ്ങി തോന്നിവാസം ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നക്കി ജീവിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ നല്ലത് മാലിന്യം തിന്നലാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സൂക്ഷ്മത കാണിച്ച് മുന്നോട്ട് പോകാൻ ഈമാനുള്ള വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലുമൊക്കെ സൂക്ഷിക്കുക. ഒരു പെണ്ണ് എന്ന നിലക്ക് അവൾ അന്യരോട് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള അകൽച്ച അതെല്ലാ രംഗത്തും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുദീർഘമായ കാലം ജീവിച്ച ഒരു മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഏതാണ്ട് 85 കൊല്ലത്തിലധികം 80-ലധികം കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അതിൽ 50 കൊല്ലം സുബഹും ഇശാഉം ഇമാമിന്റെ കൂടെ ആദ്യ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ജമാഅത്തായി നിസ്കരിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാ ഷൈഉൻ അഖ്വഫ് ഇൻദി അലാ മിനൻ നിസാ അലയ്യ മിനൻ നിസാ. എന്റെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത്
പെണ്ണിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാച്ചുറലി അങ്ങനെ ഒരു അട്രാക്ഷൻ നമുക്കിടയിൽ വെച്ചിട്ടുണ്ട്. അത് ആ അട്രാക്ഷൻ വെച്ചതൊരു അനുഗ്രഹമാണ്. പക്ഷേ അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അപകടവുമാണ്. നമ്മുടെ ദുനിയാവ് അതുകൊണ്ട് തകരും. നമ്മുടെ പരലോകവും നമ്മുടെ ഖബറും ഏറ്റവും ദുരന്തപൂരിതമാകും. അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളെ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. മഹ്റമുകളായ നമ്മുടെ ബന്ധുക്കളോടൊപ്പം നമ്മൾ കഴിച്ചുകൂട്ടുന്ന പോലെ എല്ലാവരോടും കഴിച്ചുകൂട്ടാൻ നമുക്ക് പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ഇന്ന് നിയമം കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തുമാകാമെന്നാണ്, സമ്മതമുണ്ടെങ്കിൽ എന്തുമാകാം. സമ്മതത്തോടെ ചെയ്തവരാണ് ഇപ്പോൾ അതിന്റെ പേരിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സൂക്ഷിക്കുക. നമുക്ക് ഇസ്ലാമിന്റെ നിയമമാണ് നാം പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടത്. ഇസ്ലാമിക നിയമം എന്താണ്? ഒരാണിനൊരു പെണ്ണിനെ അനുവദിക്കുന്നത് നിക്കാഹിലൂടെയാണ്. അവളുമായിട്ടാണ് നമ്മുടെ വികാര പൂർത്തീകരണം നടക്കേണ്ടത്. അവളിലാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മൾ കണ്ടെത്തേണ്ടത്. അതല്ലാത്ത വഴികൾ ഫഉലൈക ഹുമുൽ ആദൂൻ, അതെല്ലാം അതിരുകവിച്ചിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക പുരുഷന്മാരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്ന, എനിക്ക് ശേഷം ഞാനൊരു ഫിത്ന ഉപേക്ഷിച്ചു പോകുന്നില്ല. അദറു അലർ റിജാൽ, പുരുഷന്മാർക്ക് ഏറ്റവും ഉപദ്രവകരമായ ഒരു ഫിത്ന. ഞാൻ അവിടെ പുരുഷന്മാർക്ക് വിട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ ഉപദ്രവകരമായ ഫിത്ന അതെന്താണ്? അന്നിസാ, സ്ത്രീകളാണ്. ദീനുള്ള സ്ത്രീകള് അവരുടെ വിശുദ്ധിയും ലജ്ജയും ഒക്കെ കാത്തു സൂക്ഷിച്ച് നല്ല മറവിലും സൂക്ഷ്മതയിലൊക്കെ അവര് പോകുള്ളൂ. ഒരു കയറ് പൊട്ടിക്കാൻ നിൽക്കണ കുതിരന്റെ പോലെ ആവില്ല ഒരു വിശ്വാസിയായ ഒരു സ്ത്രീ. അവൾക്കൊരടക്കവും ഒതുക്കവും സൂക്ഷ്മതയൊക്കെ ഉണ്ടാകും. അതിൽ അവൾക്ക് ആരോടും പരാതിയുമില്ല. അതൊക്കെ ഒരു ഇബാദത്താണെന്നും ഈ ജീവിതം പരീക്ഷണമാണെന്നും ഒരു സ്വർഗം എനിക്ക് വരാനുണ്ട് ഇതൊക്കെ ബോധ്യപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ജാതി വർത്താനങ്ങളൊന്നും ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. അവർ അഭിമാനത്തോടെ ദീന് പാലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ ദീനില്ലാത്ത സ്ത്രീകൾ അതൊരു പരീക്ഷണമാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് ഹുൽവത്തുൻ ഖദിറത്തുൻ, ഈ ദുനിയാവ് സ്വാദിഷ്ടമാണ്, പച്ചവിരിച്ചതാണ്. ഈ ദുനിയാവിന് മേലെ ഏറ്റവും വലിയ പരീക്ഷണം സ്ത്രീയാണ്. എന്താ ഹദീസിലെ പ്രയോഗം? ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ, നിങ്ങൾ പുരുഷന്മാരെ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, സ്ത്രീകളെയും സൂക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കണ്ണാണ് മനസ്സിലേക്ക് ആശയങ്ങൾ കൈമാറുന്നത്. പിന്നീട് മനസ്സിൽ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുകയും വേണ്ടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അട്രാക്ഷൻ ഉണ്ടാവുകയും അത് പിന്നീട് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ലാ തുത്ബിഇൻ നദർ അൻ-നദർ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലകൽ ആഖിറ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൊടുത്ത ഉപദേശമാണ്. ആദ്യ നോട്ടത്തിന് പിന്നാലെ നീ നിന്റെ നോട്ടത്തെ ചലിപ്പിക്കരുത്. പ്രത്യക്ഷത്തിലൊരു നോട്ടം, പിന്നെ അതൊരു സ്ത്രീയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കരുത്. ലാ തുത്ബിഇൻ നദറ അൻ-നദറ, ഒരു നോട്ടത്തെ മറ്റൊരു നോട്ടം കൊണ്ട് നീ തുടർത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗദ്ദുൽ ബസർ, കാഴ്ചയെ നാം പിന്നെ നിയന്ത്രിക്കുക, കണ്ണിനെ താഴ്ത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ടുള്ളത്. അത് മനസ്സിൽ മോശപ്പെട്ട കാഴ്ചകൾ മനസ്സിൽ ശഹ്വത്തുണ്ടാക്കും. ഒരു പെണ്ണിനെ ഡയറക്റ്റ് കാണാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം എവിടെയിരുന്നും ഏത് വേഷത്തിലുള്ള സ്ത്രീയെയും ഏത് കോലത്തിലുള്ള സ്ത്രീയെയും ഏത് അവസ്ഥയിലുള്ള സ്ത്രീയെയും നമ്മൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയ ഡിവൈസസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ച മാത്രമല്ല, ഡിവൈസിലൂടെയുള്ള കാഴ്ചയും നമ്മൾ നിയന്ത്രിക്കുക, നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം, ഒരു പുരുഷന് പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ അവന് അവളിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ അവളിലേക്ക് പോകാതെ അവന് അനുവദിച്ച വഴി ഏതാണോ അതിലേക്ക് അവൻ പോകട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പെണ്ണ് മുന്നിട്ടാലും ഒരു പെണ്ണ് പിന്നിട്ടാലും അതൊക്കെ ശൈത്താന്റെ രൂപമാണ്. അതായത് വളരെ മോശപ്പെട്ട വേഷം ധരിക്കുന്ന ആൾക്കാര് അവർ മുന്നിട്ട് പോയാലും പിന്നെന്ന് നോക്കിയാലും മുന്നെന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ആൾക്കാർക്ക് അത് തെറ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. പിശാചിനെ സഹായിക്കുന്നവരാണ് അത്തരം സ്ത്രീകൾ.
ഈമാനോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരിഞ്ഞു മുറുക്കിയ ഡ്രസ്സ്, അല്ലെങ്കിൽ അപൂർണമായ ഡ്രസ്സ്, തെളിഞ്ഞു കാണുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഡ്രസ്സ്, പുതിയ ട്രെൻഡിന്റെ പേരും പറഞ്ഞ് ധരിക്കുന്ന ഡ്രസ്സുകൾ ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ശരിക്കും ആ പെണ്ണൊരു ശൈത്താന്റെ പണി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിവാഹപ്രായമെത്തിയ ആളുകൾ എത്രയും വേഗം വിവാഹം കഴിക്കാം. അത് വെറുതെ വെച്ച് നീട്ടി അതില്ല ഇതില്ല എന്നും പറഞ്ഞ് കാരണം പറഞ്ഞ് വെച്ച് നീട്ടരുത്. കാരണം നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അല്ലേ? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതിന് വേറെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ല. വിശപ്പിന് ഭക്ഷണമാണ്, ദാഹത്തിന് വെള്ളമാണ്. അതുപോലത്തെ ഒരു നീഡ്സാണ് യഥാർത്ഥത്തിൽ ഇത്. അതിന് വേറെ ഇക്വേഷൻസും വേറെ ഡയലോഗും വേറെ വർത്താനും ഓന് അപ്പളല്ലേ കെട്ടിയത്, അതിനകത്ത് ഓനോക്കിയിട്ടല്ല ഇവിടെ അല്ലോ. ഒരാൾക്ക് ഒരു പെണ്ണിലേക്ക് ഒരു അട്രാക്ഷൻ പോകുന്നെങ്കിൽ, ഒരു പെണ്ണിനെ പോറ്റാനുള്ള എല്ലാ നിലക്കുമുള്ള സാഹചര്യം ഓനുണ്ടെങ്കിൽ ഓൻ വേഗം കല്യാണം കഴിക്കണം. ഇവിടെ വലിയ ഡയലോഗ് അടിച്ച് നടക്കല്ല ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഫിത്നകൾക്കുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും മാറിക്കുക. മനസ്സിലായി? ബസ്സിൽ മുന്നത്തെ ഡോറിൽ കൂടെ അല്ല ബാക്കത്തെ ഡോറിൽ കൂടെ കയറുക, എന്നിട്ട് ബാക്കിൽ നിൽക്കുക. മനസ്സിലായി? എവിടെയാണോ നമുക്ക് അലോട്ട് ചെയ്ത ഭാഗങ്ങൾ അവിടെ നിൽക്കുക. എന്തെങ്കിലും സാഹചര്യങ്ങളുള്ള ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത് മഅദല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ രക്ഷ തേടുന്നു നിന്റെ ശർറിൽ നിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഫിത്നകൾക്കുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് ദീനിയായിട്ട് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുറൈജിന്റെ ചരിത്രമാണ്. ശാന്തമായി ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് മലമുകളിൽ കഴിയുന്ന ജുറൈജിനെ വശീകരിക്കാൻ ഒരു പെണ്ണ് വന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. പണ്ഡിതന്മാർ പറയാണ്, അല്ലാ യൽതഫിത് ഇലൈഹ, ഒരു പെണ്ണ് നിന്നെ മുന്നിൽ അട്രാക്റ്റീവായിട്ട് വന്നാൽ, നിന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിന്നോട് സംസാരിച്ചാൽ, നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചാൽ, മറ്റ് അജണ്ടകൾ മെനഞ്ഞ് വന്നാൽ നീ അവളിലേക്ക് തിരിയരുത്. അങ്ങനെ ഇദ്ദേഹം തിരിയാതിരുന്നത് കൊണ്ടാണ് സഹോദരന്മാരെ ആ പെണ്ണ് ആട്ടിടയനുമായിട്ട് ഗർഭമുണ്ടാക്കി ആ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെയുമായിട്ട് അങ്ങാടി വന്നിടുതാ ആ മലമുകളിൽ ആരാധന ചെയ്ത് ജീവിക്കണം ആബിദില്ലേ, ആ നല്ല മനുഷ്യൻ, അയാൾ ഉണ്ടാക്കിയതാണ് ഇത് എന്നും പറഞ്ഞപ്പോൾ ആളുകൾ കയ്യേറ്റം ചെയ്ത് അവസാനം ആ കുട്ടിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, മോനെ ആരാണ് നിന്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തൊട്ടിൽ വെച്ച് സംസാരിക്കാം. തൊട്ടിൽ വെച്ച് സംസാരിച്ച 3 ആളുകളുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ ചരിത്രം ഈ സംഭവമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ആ കുട്ടിയെ കൊണ്ട് അയാളെ സംരക്ഷിക്കാൻ കാരണം? അയാൾ കാണിച്ച ആ ഒരു ചാരിത്രബോധമാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരിൽ നിന്ന് അകന്നു പോകാനുള്ള ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം സംഗതികളെല്ലാം പൈശാചികമാണ്. ആ പൈശാചികമായ നീചവൃത്തികളാണ്. അതിലേക്കാണ് ഇതെല്ലാം എത്തുക എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശൈത്താന്റെ എല്ലാ അജണ്ടകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ള അനുവദിച്ചു തന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹു വിധിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സമാധാനം ഉണ്ടാകും. മരിച്ച് യഥാർത്ഥ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ സന്തോഷത്തോടുകൂടെ ഖബറിലും പരലോകത്തും അതിനപ്പുറത്ത് സ്വർഗത്തിലും നമുക്ക് കഴിച്ചുകൂട്ടാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ആസാറുകളെ അള്ളാഹു തടഞ്ഞു നിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മുടെ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിക്കാൻ നല്ല സമയത്ത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട കർമ്മത്തിലായിരിക്കെ സ്വർഗ്ഗക്കാരനായിരിക്കെ മരിച്ചു പിരിയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ശീലിച്ചുപോയ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് മനക്കരുത്ത് സമ്മാനിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു ദീനുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. ഈ മക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലുമൊക്കെ
അഭിവൃദ്ധിയും ബർക്കത്തും സമ്മാനിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വിവാഹം നടക്കാത്ത ആളുകളുണ്ട്, മക്കളില്ലാത്ത ആളുകളുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആരോഗ്യ സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട്, കുടുംബപരമായിട്ടുള്ള അസ്വാരസ്യങ്ങളുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഇണക്കവും മവദ്ദത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആശങ്കകൾ അള്ളാഹു പരിഹരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രസന്റും നമ്മുടെ ഫ്യൂച്ചറും അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കട്ടെ. അവരുടെ അജണ്ടകൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.